ഇപ്പോൾ അകത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാ ചിരിച്ചുകൊണ്ടുള്ള മുഖങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യാത്രികരുടെ. സ്പേസ് എക്സിന്റെ കമന്ററിയും അത് തന്നെയാണ്. ബിഗ് സ്മൈൽ വി ക്യാൻ സീ ഓൺ ദ ഫേസസ്. അത് തന്നെ മുഖത്ത് അത്രയും നല്ല ചിരിയാണ് നമുക്ക്. രണ്ട് യാത്രികരെയാണ് നമ്മൾ കണ്ടത്. അതിൽ അവരുടെ മുഖത്ത് ടിബോറിനെയുമാണ് സ്ലാവോസിനെയുമാണ് നമ്മൾ കണ്ടത്. അവരുടെ മുഖത്തെ ആ പുഞ്ചിരി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. സ്പേസ് സ്യൂട്ടിൽ നിന്ന് അവരെ പുറത്തേക്ക് മാറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ആദ്യം പെഗ്ഗി ആയിരിക്കും മാറ്റുക, അത് കഴിഞ്ഞായിരിക്കും ശുഭാൻഷു, അത് കഴിഞ്ഞ് ടിബോറും പിന്നെ സ്ലാവോസും. ആ ഓർഡറിലാവാനാണ് സാധ്യത. ഇപ്പോൾ സ്പേസ് സ്യൂട്ടിൽ നിന്ന് എന്തായാലും ടിബോറിനെയും അതോടൊപ്പം സ്ലാവോസിനെയും മാറ്റിയിട്ടില്ല എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഒരു റാമ്പ് ഇപ്പോൾ സജ്ജീകരിക്കുകയാണ്. ഇത്രയും ദിവസം ഗുരുത്വാകർഷണ ബലം കുറവുള്ള സ്ഥലത്തായിരുന്നു, ബഹിരാകാശ നിലയത്തായിരുന്നു ഈ 4 പേരും ഉണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ നേരിടുന്നുണ്ടാകും. അതിനെയെല്ലാം സഹായിക്കാനുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കുകയാണ്. Slightly challenging. It's a little different in microgravity than dealing with the gravity here on Earth. അതെ, ഒരുപക്ഷെ അതാണ് അവർ പറയുന്നത്. സ്പേസ് എക്സിലെ കമന്റേറ്റേഴ്സ് പറയുന്ന കാര്യമാണ്. ഭൂമിയിലെ ഗുരുത്വാകർഷണവുമായി അതുമായി ഒന്ന് റിലേറ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കണം. അത് അവർക്ക് മനസ്സിലാകുമോ എന്നുള്ള കാര്യം. കാരണം ഇത്രയും ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ വ്യത്യാസമാണ് ഗുരുത്വാകർഷണ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലൊക്കെ. അപ്പോൾ അതിനെ അതിജീവിക്കാൻ അവരെ സഹായിക്കുന്ന സജ്ജീകരണങ്ങളൊക്കെ ഇപ്പോൾ സ്പേസ് എക്സ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ സ്പേസ് സ്യൂട്ട് നമുക്ക് കൂടുതൽ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. 2 പേരും ഇത് പോളണ്ടിൽ നിന്നും ഹംഗറിയിൽ നിന്നുമുള്ള 2 യാത്രികരാണ്. സ്ലാവോസും അതോടൊപ്പം തന്നെ ടിബോറിയും. ആ 2 പേരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. Just now joining us, we are waiting for the AX4 crew to exit